ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോണ വിഷയം കുടുംബം എന്നുള്ളതാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. കുറേ ആളുകൾ കൂടിച്ചേർന്നാൽ അതിന് വലിയ പ്രത്യേകതകൾ കൽപ്പിക്കുന്ന ഒന്നാണ് കുടുംബം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ജസ്റ്റ് നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ സ്ഥാനത്ത് നമ്മളെ ഫാമിലിയിൽ നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മളെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ നമ്മളെ ജ്യേഷ്ഠനോ താത്തയോ അനിയനോ അനിയത്തിയോ ഏതെങ്കിലും ഒരാൾ ഒരു നിമിഷം നമ്മളെ വിട്ട് പോവുക. ആ നിമിഷം എങ്ങനെയായിരിക്കും നമ്മൾ അതിൽ നിന്ന് മുക്തമാവാനെടുക്കുന്ന ഒരു സമയമുണ്ട്. ആദ്യമൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും, വല്ലാത്തൊരു ഇരുട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ വീട്ടിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ കടന്ന് ചെല്ലുമ്പം ആ വല്ലാത്ത ഇരുട്ടിൻ്റെ ഉള്ളിൽ കുറേ ആളുകൾ നമ്മളെ മുമ്പിലേക്ക് വരും. കുറേ ആളുകൾ നമ്മളെ തോളിൽ കൈ തട്ടിയിട്ട് നമ്മളോട് പറയും, സാരില്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ നീ മുക്തനാവട്ടോ, നീ ഫ്രീ ആവട്ടോ എന്നൊക്കെ പറയും. കുറേ ആളുകൾ നമ്മളെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് കുറേ സമാധാന വാക്കുകൾ പറഞ്ഞു പോകും. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആളുകൾ ഇന്ന് നമ്മൾ കാണൂല. നമ്മളെ വീട്ടിൽ പിന്നെ നമ്മൾ മാത്രം ഇരിക്കുന്നൊരു സമയം വരും. നമ്മളെ മൈൻഡിക്ക് അവരുമായിട്ടുണ്ടായ ഇൻട്രാക്ഷൻസും അവരുമായിട്ടുണ്ടായ അനുഭവങ്ങളും നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാത്ത അനുഭൂതിയായിട്ട് ഇങ്ങനെ കടന്നു വരും. ആ സമയത്ത് വല്ലാത്തൊരു വിടവ് ഫീൽ ചെയ്യും. ആ വിടവ് നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമുക്ക് ആ വിടവ് ഫില്ല് ചെയ്യാൻ കഴിയൂല. അതിന് പല ആളുകളും പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ജീവിതത്തിൽ ആ വ്യാഖ്യാനങ്ങളൊന്നും മുതലാവില്ല. നമുക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഫീലിംഗാണ്. ഇനി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, ആ സ്ഥാനത്ത് അതേപോലെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് നമ്മളെ കുടുംബം, നമ്മളെ അമ്മയും ഇപ്പാക്കും നമ്മളെ നഷ്ടപ്പെടുന്ന ഒരു രംഗം. ഓലിങ്ങനെ ജീവിച്ചു പോണതിൻ്റെ ഇടയിൽ ഓൽക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനും നിങ്ങൾ ഓരോരുത്തരും മരിച്ചു പോവുകയാണ് കരുതുക. അപ്പോൾ ഇതേ ഫീലിംഗ് ഓൽക്ക് വരുന്നൊരു രംഗം, അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. ആളുകളൊക്കെ ഒന്ന് പറയട്ടോ, എൻ്റെ മോന് മരിച്ചില്ലേ, എൻ്റെ മോള് മരിച്ചില്ലേ, ഓൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, സാരമില്ല, പരലോകത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഓനെ കണ്ടുമുട്ടട്ടോ എന്നൊക്കെ പറഞ്ഞ് പലതും പറയും. അവസാനത്തെ നിമിഷം ഈ പറഞ്ഞ ആളുകളൊന്നും നമ്മൾ കാണാതിരിക്കുന്ന ഒരു രംഗം വരും. ഇവരൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഖബർ എന്ന് പറയുന്ന വലിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കും. ആ ജീവിതത്തിലെത്തുമ്പം നമുക്ക് ഈ പറഞ്ഞ ആളുകൾ മാത്രമല്ല, നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ ചങ്ക് പോലും ഉണ്ടാവില്ല, ഒരാളും നമ്മളെ കൂടെ ഉണ്ടാവാത്തൊരവസ്ഥ. ഖബറിലിങ്ങനെ ഒരു മലക്ക് വന്ന് ചോദിക്കും നമ്മളോട്, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക, മൻ നബിയുക, മൻ കിതാബുക, അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. നമുക്ക് വലിയ സിമ്പിളായിട്ട് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടെങ്കിലും ആ രംഗത്ത് നമ്മളെ നാവൊന്നും അനങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ രംഗം മാത്രം, ആ സമയത്ത് മാത്രം ആരാണ് നിൻ്റെ റബ്ബ്, ആരാണ് നിൻ്റെ പടച്ചോൻ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കതിന് ഉത്തരം പറയാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇവിടുന്ന് നമ്മളൊരു സുഹൃത്തോ അല്ലെങ്കിൽ മറ്റൊരാളോ, നമ്മളെ അധ്യാപകരോ, നമ്മളെ മദ്രസ പഠിപ്പിക്കുന്ന ടീച്ചർമാരോ ആരെങ്കിലും ഒരാൾ വന്നാണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, ആരാടാ എന്നെ പഠിച്ചത്, ആരാണ് നിൻ്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സഡൻ ബ്രേക്ക് ഇടാതെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അള്ളാഹു എന്ന് പറയും നമ്മൾ. എന്തൊക്കെ ചോദ്യം, ആർക്ക് എന്തൊക്കെ ചോദിച്ചാൽ ഈ ഭൂമി പഠിച്ചത് ആരാണ്, ഈ നിൻ്റെ പാരൻസിനെ പഠിച്ചത്, നിൻ്റെ കൂട്ടുകാരനെ പഠിച്ചത്, നിൻ്റെ കണ്ണ് പഠിച്ചത്, മൂക്ക് പഠിച്ചത്, ഈ ലോകത്ത് ഭൂമിയിലുള്ളതും ഈ ഭൂമിയിലും അല്ലെങ്കിൽ ആകാശത്തുള്ളതൊക്കെ പഠിച്ചത് ആരാന്ന് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അള്ളാഹു ആണ്. പക്ഷെ അവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെയായിട്ടും കിട്ടാത്തൊരു രംഗം വരും. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ആത്മാവിനെ അള്ളാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ആത്മാവിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആളുകളൊക്കെ വല്ലാതെ ആ ആത്മാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ആ ആത്മാവ് മരിച്ചു കഴിഞ്ഞാലും ആ വീട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴുകി വരും. ആൾക്ക് വേണ്ടി ഇങ്ങനെ സദാ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അയാളിങ്ങനെ എപ്പോഴും ആളുകളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. അയാളെ മറക്കാൻ കഴിയൂല ആളുകൾക്ക്. അങ്ങനെ ആ വീട്ടിലേക്ക് ആളുകളിങ്ങനെ കടന്നു വന്ന് ആ മക്കൾക്ക് ഇങ്ങനെ കൺകുളിർമ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആ പേരൻസിന് കൺകുളിർമ ഫീൽ ചെയ്യും. എൻ്റെ മകന് മരിച്ചുകൊണ്ട്, എൻ്റെ മകൾ മരിച്ചുകൊണ്ട് കുറേ ആളുകൾ അവന് പ്രാർത്ഥിക്കാനുണ്ടല്ലേ എന്നുള്ള വല്ലാത്തൊരു ഫീലിംഗ് വരും. അതേപോലെ നമ്മളെ അമ്മയാണ് മരിച്ചത്, നമ്മളെ വാപ്പയാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടണ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ കണ്ട എൻ്റെ അമ്മയല്ല, ഇതുവരെ എൻ്റെ വീട്ടിൽ കണ്ട എപ്പയല്ല. ഇപ്പോൾ അവർക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് കേട്ടോ, പുറത്തും ഞാൻ അറിയാത്ത ബന്ധുക്കളും അറിയാത്ത സുഹൃത്തുക്കളും നല്ലതും ചീത്തയായ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ആളുകളൊക്കെ വന്നാണ്ട്
ഇതാ ഇന്നും ഇന്നലെയുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ വാപ്പാക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആ ഖബറിലേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പല ആളുകളും പല അവസരങ്ങൾ കഴിഞ്ഞിട്ടും ആ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അവരെ പ്രാർത്ഥനകൾ ഉടനീളം എന്തായിരിക്കും, പടച്ചോനെ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണേ പടച്ചോനെ, ഇയാൾ അറിയാതെ ചെയ്ത തെറ്റുകളുണ്ടാവും പടച്ചോനെ, അതൊക്കെ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, എന്നിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അധികം ഒന്നായിട്ടില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തി, നമ്മളങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളെ ജീവിതത്തിൽ ചില ആളുകൾ അത്ഭുതങ്ങൾ തീർത്തു പോകും, ചില ആളുകൾ മാജിക് കാണിച്ചിട്ട് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. നമുക്ക് അത്രക്കും ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കും ഒരു പക്ഷേ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ടൊരു വ്യക്തി, അവർ ഈ അടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത്. ആളുകളൊക്കെ കുറേ ആളുകൾ പണ്ടേ കാണാൻ വരുമായിരുന്നു. എൻ്റെ അമ്മമ്മയാണത്, പണ്ടേ കാണാൻ വരും, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ വർത്തമാനം പറയും. വർത്തമാനം പറഞ്ഞ് നല്ല അനുഭവ സമ്പത്തുള്ള വ്യക്തിയായിരുന്നു. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഒരസുഖമാണ് ചെന്നി. അതായത് പറയുന്ന ഒന്നും അങ്ങോട്ട് പറയണ മനസ്സിലാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആ സംഭവം മറക്കും. ഒരു ചെറിയ കൊച്ചു കുഞ്ഞിനെ പോലെ ആയിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇപ്പോൾ വാപ്പ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ വാപ്പ അങ്ങാടിക്ക് പോയതാണെന്ന് പറഞ്ഞാൽ 2 സെക്കൻഡുകൾക്കപ്പുറം ആ കാര്യം മറക്കും, എന്നിട്ട് വീണ്ടും ചോദിക്കും. എന്നിട്ട് വേറെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിക്ക് ഇങ്ങനെ വരും. വർഷങ്ങൾ മുമ്പുണ്ടായിരുന്ന കാലങ്ങൾ പോലും മൈൻഡിക്ക് ഇങ്ങനെ ഓടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, അത് നമ്മളോട് ഇങ്ങനെ പറയും. ഒരു പക്ഷേ നമ്മൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ സമയത്ത് അതിലപ്പുറം ചിലപ്പോൾ നമ്മളോട് അറിയും, ഒരു പക്ഷേ നമ്മൾ മകനായിരിക്കും അല്ലെങ്കിൽ മകളായിരിക്കും, പക്ഷേ അവർ കാണുന്നത് അവരുടെ അമ്മാവനായിട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റേതോ സുഹൃത്തായിട്ടൊക്കെ നമ്മളെ കാണുന്നൊരവസ്ഥ. അങ്ങനെയല്ല, വല്ലാത്തൊരവസ്ഥ. അപ്പോൾ വരുന്ന ആളുകളൊക്കെ പറയും, ചെന്നിയല്ലേ, പാവപ്പെട്ട ആളല്ലേ, പ്രയാസപ്പെടുന്നില്ല, രോഗമല്ലേ, നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കട്ടോ, ഇതൊക്കെ മാറട്ടെ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യട്ടോ എന്നൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞു പോകും ആളുകൾ. എന്നിട്ട് എന്ത് ചെയ്യും, അവസാനത്തെ നിമിഷം വരും, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ അടർത്തി മാറ്റപ്പെട്ട അവസാനത്തെ നിമിഷം നമുക്കിങ്ങനെ വിങ്ങി പൊട്ടാൻ തോന്നും. പല ആളുകളും നമുക്ക് ആ നിമിഷമാണ് ഇങ്ങനെ ഒരാളെ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെയോ തീർത്ത് പോയിട്ടുണ്ടല്ലേ എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നത്. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു. ഒരു ദിവസം കോളേജിൽ പോയി ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളി വന്നത്. ആ സമയത്ത് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. അപ്പോൾ അധിക സമയമല്ല, ആകെ 1 മണിക്കൂറിൻ്റെ ഇൻ്റർവെല്ലാണ്. ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കയ്യേക്ക് നിൽക്കുന്ന സമയത്താണ് മൊബൈലിലൊരു കോള്. അപ്പോൾ പെട്ടെന്ന് എടുത്തു നോക്കി, വീട്ടിൽ നിന്ന് എടുത്തപ്പം പറഞ്ഞു, ഈ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ, നമ്മളെ അമ്മമ്മ ഹോസ്പിറ്റലിലാണ്, അപ്പോൾ പെട്ടെന്ന് വേറൊന്നും ഏൽക്കല്ല കേട്ടോ, വേറെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിട്ടോ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് ഇവിടെ എത്താൻ ശ്രമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മൈൻഡിൽ വന്ന ആകെ ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയും ക്ലാസ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മ വന്നില്ല. പുസ്തകം കോളേജിലാണ്, ബാഗ് കോളേജിലാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്, ചാവി പോക്കറ്റിലാണ്, ഈ കാര്യങ്ങളൊന്നും ഓർമ്മയല്ല. പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് വരുന്നൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നമ്മൾ ഇത്രമാത്രം ആ ആളോട് നമുക്കുണ്ടായ വല്ലാത്തൊരു വൈകാരിക നിമിഷങ്ങൾ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കടന്നു വരും. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പം തന്നെ വേഗം പോയിങ്ങാണ്ട് ബാഗ് എടുത്തു, വണ്ടി അപ്പം തന്നെ വിട്ടു. വഴിയിലെത്തി, ഏകദേശം വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവിടെ എത്തി, ജസ്റ്റ് ഇങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് വേഗം, സാധാരണ 3/4 മണിക്കൂർ യാത്ര ഉണ്ടാവുന്ന സമയം 30 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. ഫോൺ എടുത്തുകൊണ്ട് തിരിച്ചു വിളിച്ചു, എവിടെയാണ് റൂം എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് ഒരു തേങ്ങല കേട്ടത്, നമ്മളെ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിമിഷം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ വല്ലാത്തൊരു ബ്ലൈൻഡ്നെസ് നമ്മളെ മനസ്സിൽ ഫീൽ ചെയ്യും, വല്ലാത്തൊരു ഇരുട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കുത്തി നോവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. വേറെ ഒന്നും ചിന്തിച്ചില്ല, വണ്ടിൻ്റെ ചാവി അവിടെ തന്നെ ഇട്ടുകൊണ്ട് വേഗം ഓടിപ്പോയി. അവിടെ എത്തുന്ന സമയത്ത് നമ്മളേറ്റവും കൂടുതൽ ഹൈ പൊസിഷനിൽ നമ്മൾ കണ്ടിരുന്ന നമ്മളെ അമ്മമാരുണ്ട്, കസിൻസ് ഉണ്ട്, മക്കളുണ്ട്, ഉമ്മമാരുണ്ട്, അമ്മായിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതുവരെ അയാൾ കരയുന്നത് കണ്ടിട്ടുണ്ടാവില്ല, അയാളൊന്ന് ചിരിക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ നോക്കി ഇങ്ങനെ പൊട്ടി കരയുന്നത്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ലാഘവത്തോടു കൂടി കരയുന്ന കാഴ്ച നമ്മൾ ആ നിമിഷം കാണുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, അവിടുന്ന്
അവിടെ ചെന്ന ഉടനെ നമ്മളോട് പറഞ്ഞു ഒക്കെ കഴിഞ്ഞ് കൊണ്ടുപോവാണ്, തറവാട്ടിലേക്ക് കൊണ്ടുപോവാണ്, അപ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെ കൂട്ടി കൊണ്ട് വാട്ടോ എന്ന് പറഞ്ഞു. തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് പോകുന്ന സമയത്ത് മനസ്സ് ഫുള്ള് വല്ലാത്ത വിങ്ങലായിരുന്നു. നമ്മളതുവരെ ആ യാത്രയിൽ 3/4 മണിക്കൂറുള്ള യാത്രയിൽ അരമണിക്കൂറാക്കിയ ആ വേഗത്തിൽ അത്രമാത്രം വേദനയോടെ പടച്ചോനെ ഒന്നും സംഭവിക്കരുത് കേട്ടോ, നിനക്ക് എന്നെ ഏറ്റവും ഇഷ്ടമല്ലേ, എനിക്ക് നിന്നെയും ഒരുപാട് ഇഷ്ടമാണ് പടച്ചോനെ, അതുകൊണ്ട് റബ്ബേ നീ എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും പടച്ചോനെ, എന്തൊക്കെ സങ്കടം ഉണ്ടെങ്കിലൊക്കെ ദൂരീകരിച്ച് തരുന്നവനല്ലേ പടച്ചോനെ, എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ പാപമോചനങ്ങളുടെ വലിയ വലിയ കൂനകൾ നീ ഒരുക്കി തരുന്നവനല്ലേ പടച്ചോനെ, അതുകൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് തരണേന്നൊക്കെ പ്രാർത്ഥിച്ച് ഒരു സെക്കൻഡ് പോലും വിടവില്ലാതെ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകി അവസാനത്തെ നിമിഷം നമ്മൾ കേൾക്കുന്ന ആ ഒരു വാക്ക് അതായിരുന്നു. നമുക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയിട്ട് വീട്ടുകാരൊക്കെ അത്യാവശ്യം സങ്കടത്തിലാണ്, അവരവരുടേതായിട്ടുള്ള സങ്കടങ്ങളിലും ഓർമ്മകളിലുമാണ്. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം എന്താണ്, നമ്മളെ മൈൻഡിൽ വല്ലാത്തൊരു വിടവ് മാത്രമേ ഉള്ളൂ. ആ വിടവ് നികത്താൻ ആരെക്കൊണ്ടും കഴിയൂല, നമുക്കത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല. അങ്ങനെ വാഹനം എടുത്ത് തിരിച്ച് വരും കൊണ്ടാണ്ട് തറവാടിൻ്റെ മുറ്റത്തെത്തുമ്പം ഒരുപാട് ആളുകൾ അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട്. അവർ ധരിച്ചിരുന്ന ചെരുപ്പും അവരിട്ടിരുന്ന വസ്ത്രവും ഒക്കെ അലക്കാനിട്ട് അതുപോലെ അവിടെ തന്നെ അയലുമ്മ തന്നെ ഉണ്ട്. നമുക്കാ കാര്യം കാണുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. കാരണം ഇന്ന് വരെ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടായിരുന്നൊരു ഫ്രീഡം നമ്മളെ മുമ്പിലുണ്ടായിരുന്ന അവസ്ഥയൊക്കെ നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. ആ അവസ്ഥ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പല ആളുകളും മുൻപ് ഇങ്ങനെ വന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ സാക്ഷികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പറഞ്ഞു ചെന്നിയല്ലേ, അസുഖമല്ലേ, അതല്ലേ ഇതല്ലേ, നമുക്ക് പ്രാർത്ഥിക്കട്ടോ എന്നൊക്കെ പറഞ്ഞത് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഡേറ്റും ദിവസവും സമയം അടക്കം നമ്മളെ മുമ്പിൽ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ഘട്ടം. ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകി വരൽ തുടങ്ങി. ആളുകളൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു. പല ആളുകളും മുന്നോട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, വൃദ്ധന്മാരുണ്ട്, വൃദ്ധകളുണ്ട്, ഒക്കെ വരുന്നുണ്ട്. സമയം നോക്കാൻ നമ്മളെ മുമ്പിൽ ക്ലോക്ക് ഉണ്ട്. പക്ഷേ ആ സമയം എന്തുകൊണ്ടോ ചലിക്കാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാണ്. നമ്മളെ മുമ്പിൽ നമ്മളെ ശ്വാസം പോലും തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പം ആളുകളൊക്കെ നമ്മളെ മുമ്പിൽ വന്നാണ്ട് സമാധാനിപ്പിക്കൽ തുടങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ആളുകളും നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. പലരും വന്ന് പല വാക്കുകളും പറഞ്ഞു, പലതും പറഞ്ഞു, പല കഥകളും നമ്മളെ മുമ്പിൽ ഇങ്ങനെ കെട്ടയച്ച് തന്നു, തുറന്നു വെച്ചു. പക്ഷെ നമുക്കതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ കാതുകൾ അടഞ്ഞു കിടക്കുകയാണ്. നമ്മളെ ഹൃദയങ്ങൾക്ക് എവിടെയോ പൂട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമയങ്ങൾക്കപ്പുറം ആ മുഖത്തോട് മുഖം നോക്കിയിട്ട് അവരുടെ കഫൻ പുടവ ഇങ്ങനെ കഴുത്തിലേക്ക് ഇങ്ങനെ കോർത്തിടുന്ന സമയത്ത് നമ്മളെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വരുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ തന്നെയാണ് നോക്കിക്കണത് എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പല ആളുകളും കരയുന്നുണ്ട്, പല ആളുകളും ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഒക്കെ നമുക്കിങ്ങനെ കാണാം. നമ്മളെ മുമ്പിൽ വലിയൊരു TV പോലെ നമുക്ക് ഓരോ ആളുകളിങ്ങനെ വായിച്ചെടുക്കാൻ കഴിയുന്നൊരു നിമിഷം. അതൊക്കെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ വലിയ വിടവുകളായി ഇങ്ങനെ പോവുകയാണ്. അതൊരു കാര്യം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം മാത്രം. ഇനി നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് എടുക്കുക. ഞാൻ പറഞ്ഞത് എൻ്റെ വല്യമ്മാനെ കുറിച്ചാണ്, എൻ്റെ അമ്മമാനെ കുറിച്ചാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും എടുക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന നമ്മളെ പേരൻസ് അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ, നമ്മളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഇവരൊക്കെ ഒരു ദിവസം നമ്മളെ വിട്ട് പോകും. ഒരു പക്ഷേ അവരെ മുമ്പേ നമ്മൾ ഈ ലോകത്തോട് വിട പറയും. അതിൻ്റെ മുമ്പേ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരുപാട് കടങ്ങളുണ്ട്. ഇത്ര കാലം ജീവിച്ചിട്ടും എൻ്റെ വാപ്പാനോടൊന്നും മിണ്ടാതിരിക്കുക എന്നുള്ളത് വലിയ സങ്കടമാണ്. എൻ്റെ അമ്മാനൊന്ന് കെട്ടിപ്പിടിക്കാതിരിക്കുക എന്നുള്ള വലിയ സങ്കടമാണ്. അവരൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുക എന്നുള്ള കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ സങ്കടമാണ്. എന്നും വീട്ടിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് തൊടുവിൽ ഒരു ചെരുപ്പ് മാത്രം ബാക്കിയായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ആ ചെരുപ്പിൻ്റെ അടുത്ത് പോയിട്ട് വാറ് പൊട്ടി ആ ചെരുപ്പ് നോക്കിയിട്ട് പുതിയതൊന്ന് വാങ്ങിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ സങ്കടമാണ്. ഒന്നും വേണ്ട, വലിയ പ്രാരാബ്ദങ്ങളൊക്കെ സഹിച്ച് ത്യാഗങ്ങൾ സഹിച്ച് നമ്മളെ പോറ്റുന്ന അവരെ നോക്കിയിട്ട് ഒരു തവണയെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും സങ്കടം ഉണ്ടോ, എന്നോടൊന്ന് പറയുമോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നും വേണ്ട, അതൊക്കെ വിട്ടുപോയിട്ട് ദിവസങ്ങളെല്ലാം ഓരോ ദിവസം രാത്രി നമ്മളെ മുമ്പിലേക്ക് നമ്മളെ വാപ്പിമ്മയും വരുന്ന സമയത്ത്
കഥ കടച്ച് നമ്മളെ മൊബൈൽ ഫോണിൽ നമ്മളെ ലോകത്തേക്ക് പോകുന്ന സമയത്ത് അവരെന്നും വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുന്നത് അവരുടെ റൂമുകളിലാണ്. ഭക്ഷണ തീന്മേശയിൽ ഒറ്റ ദിവസം പോലും നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുർഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയണത് ഷിർക്കിനോട് തൊട്ടടുത്താണ് പറഞ്ഞത്. നിൻ്റെ മാതാവിനോടും നിൻ്റെ പിതാവിനോടും നീ മോശമായിട്ട് പെരുമാറുക എന്നുള്ളത് ഷിർക്കിനോടൊപ്പമാണ് പറഞ്ഞത്. ഏറ്റവും വലിയ ഷിർക്ക് അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ലട്ടോ എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയാണ് എന്നാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷിർക്ക്. അള്ളാഹ് അല്ലാതെ വേറെ ആരാധ്യരുണ്ട് കേട്ടോ എന്ന് വിശ്വസിക്കുന്നതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ആ ഷിർക്കിനോടൊപ്പമാണ് നമ്മൾ പെരുമാറുന്നത്, നമ്മളെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ അതേപോലെയാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. എവിടെയോ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, ആരൊക്കെയോ നമ്മളെ തളർത്തിയിട്ടുണ്ട്, ആരൊക്കെയോ നമ്മളിങ്ങനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്, നമ്മളറിയണില്ല. നമ്മളെ മൊബൈൽ ഫോണിൽ പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മൾ കേൾക്കുന്ന കേൾവികളും പലപ്പോഴും നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. വിവാഹ ജീവിതത്തെക്കുറിച്ച് പല ആളുകളും ടീനേജ് പ്രായക്കാലത്ത് സ്വപ്നം കണ്ട് തുടങ്ങുന്നു എന്നുള്ളത് ഒരു കാലത്തൊക്കെ പറയുമ്പോൾ വലിയ വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇന്നെന്താണ്, നമ്മളെ മൊബൈൽ ഫോണിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. ഒരാളെൻ്റെ മൊബൈൽ ഫോണ് ഇന്നാടാ ഈ പിടിച്ചോ, എന്നിട്ട് ഇതിലെന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം നിനക്ക് കണ്ടെത്താൻ കഴിയുമോ നിൻ്റെ സുഹൃത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഫോൺ സമർപ്പിച്ചിട്ട് പറയാൻ കഴിയുക എന്നുള്ളത്, ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് ഈ ലോകത്ത് വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഹിമാലയ പർവ്വതം കീഴടക്കുന്നതിനേക്കാൾ അപ്പുറമല്ല വലിയ വലിയ കാര്യങ്ങളാണ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. സൂറത്തു റൂമിൽ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്തൊക്കെ കാര്യം പറഞ്ഞാലും അള്ളാഹ് പറയുന്നൊരു വാക്കുണ്ട്. എന്തൊക്കെ ഇപ്പോൾ നമ്മൾ ഭൂമി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ആകാശങ്ങൾ, തൂണില്ലാതെ നിൽക്കുന്ന ആകാശങ്ങളും പരവതാനി പോലെ വിശാലമായി കിടക്കുന്ന ആകാശഗോളങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളത് നമ്മളോട് ചോദിക്കാം. മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്, ഇപ്പോൾ തൊട്ട് മുമ്പ് ചർച്ച ചെയ്തതൊക്കെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ആലോചിക്കുക. നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അനിയന്മാർ, അനിയത്തിമാർ, ജ്യേഷ്ഠന്മാർ, വല്യമ്മ, വല്യപ്പ, ഈ പറഞ്ഞ ആളുകളൊക്കെ. ഇതിലപ്പുറം നമ്മൾ പറയാൻ ബാക്കി വെച്ച ഒരുപാട് ആളുകൾ നമ്മളെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരു പക്ഷേ മൊബൈൽ ഫോണിൽ കുറച്ച് ആളുകളെ നമ്മൾ ഫേവറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മളോട് അത്രമാത്രം അടുത്ത് കഴിഞ്ഞ ആളുകളെ ഒരിക്കൽ പോലെ നമ്മൾ ഫേവറേറ്റ് ലിസ്റ്റിലാക്കിയിട്ടില്ല. നമ്മളെ മനസ്സിൻ്റെ അകമായികളിൽ ഒരിക്കൽ പോലെ നമ്മൾ ഫേവറേറ്റ് ആക്കേണ്ട ആളുകൾ എപ്പോഴും ആക്കിയിട്ടില്ല. നമ്മളെ റോൾ മോഡൽ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പുറത്തില്ല, ഇന്ന് വരെ നേരിട്ട് കാണാത്ത പലരുടെ പേരും നമ്മൾ പറയുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട, എൻ്റെ വീട്ടിലില്ല എൻ്റെ പേരൻസ് എൻ്റെ റോൾ മോഡലാണെന്ന് സ്വന്തം ചങ്ങായിമാരെ മുമ്പിലെത്തിയിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, തൊടുവിൽ വാപ്പ പണിയെടുക്കുന്ന സമയത്താണ് ചങ്ങായിമാരും ചങ്ങായിച്ചിമാരൊക്കെ വീട്ടിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, എടാ എൻ്റെ വാപ്പ ഇവിടെ എന്താ വാപ്പ ചെയ്യണത്, എന്താ പണി എന്നൊക്കെ ചോദിക്കുമ്പോൾ വാപ്പ ഇവിടെ അല്ല, വാപ്പ പുറത്തെവിടുക്കോ പോയതാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരും ഇക്കാര്യങ്ങൾ ഇരിക്കും ചായ അടിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് ആ കാണുന്ന ചേറും ചെളിയും അതിൽ കടന്നുരുണ്ട് നിൽക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ഒരു പക്ഷേ തൊലി ചുക്കി ചൊളിഞ്ഞിട്ടുണ്ടാവും, കറുത്തിരുണ്ടിട്ടുണ്ടാവും, ബനിയനൊക്കെ കീറിയിട്ടുണ്ടാവും. ആ മനുഷ്യനാണ് കേട്ടോ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാണ്ട് ഓടിച്ചെന്ന് വാപ്പാനെ കെട്ടിപ്പിടിച്ചാണ്ട് സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഹാജരാക്കാൻ കഴിയുന്ന ഒരു കുട്ടി എന്നാണോ നമ്മളാവണത്, അന്ന് മുതലേ നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അർഹതപ്പെട്ടൊരു മുസ്ലിം ആവുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. കുറച്ച് ആളുകളുണ്ട്, ചെറിയ കുട്ടികളെ കണ്ടാൽ അവർ കൊഞ്ചിക്കൂല, ചെറിയ കുട്ടികളെ കണ്ടാൽ വലിയ ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കും. എന്നാൽ വലിയ ആളുകളെ കാണുമ്പോഴോ ഒരു ബഹുമാനമല്ല, അവർ കാലും കയറ്റിയാണ്ട് അവരെ മൊബൈൽ ഫോണിൽ തന്നെ 24 മണിക്കൂറും താഴോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്ന കാര്യം, അങ്ങനെയുള്ള ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല, മുസ്ലിം എന്ന പേര് നാമധാരി പോലും അവൻ അർഹതപ്പെട്ടതല്ല. ഇനി നമ്മൾ ഓരോ സുഹൃത്തുക്കളിങ്ങനെ നോക്കുക, എൻ്റെ അനിയത്തി എൻ്റെ അനിയന്,
അവരെ ഞാൻ ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടോ? ഇന്ന് വരെ അവർക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഞെങ്ങാനും അവരോട് മോശമായിട്ട് പെരുമാറി അവർക്ക് സങ്കടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ചാണ്ട് സോറി എന്ന് പറയാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. മുതിർന്നവരുടെ കാര്യത്തിലെടുക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ ഒരു വലിയ ആൾ, എന്നെക്കാളും മുതിർന്ന ഒരാൾ, ചിലപ്പം പ്രായം കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്വത ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പഠനം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ അവരെ കാണുമ്പോൾ ഞാൻ ബഹുമാനം കാണിച്ചിട്ടുണ്ടോ? അവരോടുള്ള തർക്കവാക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ടോ? അവരോട് കയർക്കാതിരുന്നിട്ടുണ്ടോ? നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ഇനി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളെ പേരൻസിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ, നമ്മളെ ഗ്രാൻഡ് പേരൻസ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, പലപ്പോഴും പറഞ്ഞ സംഭവങ്ങൾ തന്നെ, അവർ വീട്ടിലുള്ളവരാണെങ്കിൽ അവരെപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെയാണ്, പുറത്ത് ഒന്നുമില്ലാതെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും എൻ്റെ വാപ്പ കൂട്ടുകാരൊക്കെ പറയും എൻ്റെ വാപ്പ പൈലറ്റാണ്, എൻ്റെ വാപ്പ കോടതിയിൽ അതാണ് ഇതാണ്, എൻ്റെ വാപ്പ വലിയ പൈസ, കോടികളും ലക്ഷങ്ങളും പൈസ ഉള്ള ആളാണ്, എനിക്ക് തോന്നുമ്പോൾ വലിയ വലിയ കാറുകൾ, ലക്ഷങ്ങൾ വില കൊടുപ്പുള്ള 4-5 കാർ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ചിലപ്പം തള്ളായിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഉഹുദ് മല എൻ്റെ സ്വന്തമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ വീട്ടിലില്ല, എൻ്റെ വാപ്പ എൻ്റെ വീട്ടിൽ എത്ര കാലത്തോളം ഉണ്ടോ അപ്പം എനിക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഒരിക്കലും നിനക്ക് കിട്ടൂലടാന്ന് പറയാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയാവാൻ നമുക്ക് കഴിയണം. അവരോടൊപ്പം ദിവസവും അല്പസമയമെങ്കിലും, കുറച്ച് സമയം, ചിലപ്പം പണിയൊക്കെ എടുക്കാൻ കൂലിപ്പണി എടുക്കാൻ പോണ വാപ്പയാണെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിക്കാരം വീട്ടിൽ വരിക. ചിലപ്പോൾ രാത്രി 10 മണിയോ 9 മണിയോ 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വീട്ടിലേക്ക് വരിക. അവരുടെ ചെയറും ചെളികളൊക്കെ കളഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരിക. ആ സമയത്ത് എനിക്ക് ഹോംവർക്ക് ചെയ്യാണ്ട്, അല്ലെങ്കിൽ എനിക്ക് കടന്നുറങ്ങണം, രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എക്സ്ക്യൂസുകളിലേക്ക് മാഞ്ഞു പോകുമ്പം, അതിലേക്ക് മാത്രമായി പോകുമ്പം അവരെ ചേർത്ത് പിടിച്ച് അവരോടുകൂടി ചിരിച്ചുല്ലസിച്ച് വർത്താനം പറയാൻ എന്തെങ്കിലും നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അവരോട് വിശേഷങ്ങൾ തിരക്കുകയും അവരുടെ വിശേഷങ്ങൾ പരസ്പരം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ട് എത്ര ദിവസങ്ങളായി? അവരുടെ നല്ല ഓർമ്മകൾ കേൾക്കാൻ ഒരു കേൾവിക്കാരനാവും. ഈ ലോകത്ത് ഏറ്റവും ടഫുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ, കേൾവിക്കാരനാവാൻ നമ്മൾ തയ്യാറല്ല. ഒരാൾ നമ്മളെ മുമ്പിൽ വന്നാണ്ട് അയാളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും നമ്മളെ മുമ്പിൽ പറയുമ്പം നമ്മൾ പറയും അയാളെ ഒഴിവാക്കിയാണ്ട് നീ പൊയ്ക്കോ, എനിക്കതിന് സമയമല്ല എന്നുള്ള വലിയൊരു എക്സ്ക്യൂസാണ് നമ്മളെ മുമ്പിൽ. എന്തൊക്കെയോ ഒരു ചോയ്സാണ് നമുക്ക്, സമയമല്ല എന്നുള്ളത്. നമ്മളെ അവകാശങ്ങൾ മൊത്തം നമ്മളുടേതായിട്ടുള്ള ലോകത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, ഈ ഭൂമി നമ്മൾ ഈ ഇരിക്കുന്ന ഹാള് ജസ്റ്റ് ഒന്ന് ഭൂമിയിലേക്ക് ആഴത്തിലൊന്ന് പതിച്ചാൽ ജീവനുണ്ടോ ഇല്ല എന്നുള്ളതിൽ 100% നമുക്ക് ഉറപ്പാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മരിക്കുന്നതിൻ്റെ അവസാനത്തെ ദിവസം മുമ്പ് എത്ര തവണ ഞാനും നിങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, മോശം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. ഉഹുദ് മലയോളം പാപം ചെയ്താലും, അങ്ങനെയാണ് നമ്മൾ ഹദീസുകളിലും ഖുർആനിലും പഠിക്കുന്നത്, ഉഹുദ് മലയോളം നീ പാപം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, അള്ളാഹിനോട് ഒറ്റ തവണ നീ ചോദിച്ചാൽ മതി. അള്ളാഹ് കാത്തിരിക്കുകയാണ്, നിൻ്റെ വാക്കുകൾക്കായിട്ട് അള്ളാഹു സദാ ഉണർന്നിരിക്കുകയാണ് എന്നുള്ളത് നമ്മളോട് എത്ര ആളുകളെ നമ്മളെ മുമ്പിൽ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതുപോലും കേൾവിക്കാരനാവാൻ നിൽക്കണില്ല. നമ്മളെ വലത് ചെവിയിലൂടെ കേട്ടിട്ട് ഇടത് ചെവിയിലൂടെ വിടാനേ നമുക്ക് സമയമുള്ളൂ. നമുക്ക് ബാക്കി എന്തൊക്കെയോ പഠിക്കാനുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ റീലുകളിൽ ഇങ്ങനെ സെക്കൻഡും മണിക്കൂറുകളൊക്കെ അങ്ങനെ ചിലവഴിക്കുന്നതാണ്. 30 സെക്കൻഡുള്ള റീലുകളെ നമ്മൾ 30 മണിക്കൂറുകളോളം കണ്ടാലേ നമുക്ക് മടുക്കണില്ല. പക്ഷേ ദീനിൻ്റെ ഒരു അറിവ് നമ്മളെ മുമ്പിലേക്ക് എത്തുമ്പം നമുക്കത് വലിയ സഹിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഒരു കാര്യമായി മാറുകയാണ്. വലിയ കടുന്നൽ കൂടെ ഇളകി വരികയാണെങ്കിൽ അതിൻ്റെ നേരെ നമുക്ക് നിൽക്കാൻ ഭയങ്കര പേടിയാണ്. നമ്മൾ ഓടി മറയും. പക്ഷേ ഇത്രമാത്രം വലിയ അവസരങ്ങൾ, വലിയ ഓപ്പർച്യൂണിറ്റികൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ കേൾവിക്കാരാവുക എന്നുള്ളത്, ദീനിൻ്റെ അകമ്പടികൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ അതിൽ നിന്നും കേൾവിക്കാരാവുക എന്നുള്ള ആ കാര്യത്തിൽ നിന്നും നിങ്ങൾ അവഗണന കാണിക്കുകയാണ്. ആരോടാണ് നമ്മൾ മറുപടി പറയേണ്ടത്? ഇന്നെ സൃഷ്ടിച്ച അള്ളാഹു എന്തെങ്കിലും നമ്മളോടൊരാവശ്യം ഉന്നയിച്ചാണ്ട് നീ ഇങ്ങനെ തന്നെ ജീവിക്കണം കേട്ടോ, അല്ലെങ്കിൽ നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് വരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് ഫ്രീഡം തന്നിട്ടും അള്ള പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ സമയം കണ്ടെത്താൻ ഒട്ടും തയ്യാറല്ല. നമ്മൾ വിമുഖത കാണിക്കുകയാണ്. വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വിശേഷം പറയാനും എപ്പോഴെങ്കിലും, ചിലപ്പം താത്താൻ്റെ കല്യാണത്തിനായിരിക്കും, ചിലപ്പോൾ
സ്വന്തം കല്യാണത്തിൻ്റെ തലേന്നായിരിക്കും, ചിലപ്പോൾ തലേന്നിൻ്റെ തലേന്നായിരിക്കും. അന്ന് മാത്രം തീന്മേശയിൽ ഒരുപാട് ഭക്ഷണങ്ങളായിട്ട് പരസ്പരം വർത്തമാനം പറയുന്ന കുട്ടികളെ ഇന്നും കണ്ടിട്ടുണ്ട്. പലതവണ റൂമിൽ അടച്ചിരുന്ന് സംസാരിക്കാത്ത പേരൻസിനോട് ഇന്ന് വരെ ഒരു വാക്ക് പോലും പറയാൻ സ്വയം ചലിക്കാത്ത ആളുകൾ ഇന്ന് നമ്മളെ സമൂഹത്തിലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അതുപോലെയുള്ള 1000 മക്കളുണ്ട്, ലക്ഷക്കണക്കിന് മക്കൾ നമ്മളെ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തരാണ്. കാരണം എന്താ, നമ്മൾ ഓരോ തവണയും ചിലപ്പം മറ്റൊരാൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അതിൽ പരം നമ്മളിവിടെ വന്നാണ്ട് ദീന് കേൾക്കുകയും നമ്മൾ അറിയാതെ ഇവിടെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് നമുക്ക് എണ്ണമറ്റ കണക്കിന് മലക്കുകളെ നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞു, ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നു ആ ഖബർ വിശാലാക്കി കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു. ഒരുപാട് ആളുകൾ അവർ മരണമടഞ്ഞ് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും ഇന്നും ഒരുപാട് ആളുകൾ അവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും നാളെ ഇതേ അവസ്ഥയിൽ ഞാനും നിങ്ങളും ആവുമ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സൗഹൃദം മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചങ്ക് ബ്രോ മറ്റേത് മറിച്ചൊക്കെ പറയുണ്ടാവും. ആ സുഹൃത്ത് നമ്മളെ ഒരു നിമിഷം നമ്മളിന്ന് വിട്ട് നിൽക്കുകയാണെങ്കിൽ, എത്ര ദൂരം ആ സുഹൃത്ത് ഓടി മറയുകയാണെങ്കിലും പിന്നെ ആ സുഹൃത്തിനെ നമുക്ക് കണ്ടെത്താൻ കഴിയൂല. പക്ഷെ നമ്മളാകുന്ന നമ്മളെ സുഹൃത്തുണ്ട്, നമ്മളെ ദീനുണ്ട്, നമ്മളെ അറിവുകളുണ്ട്. പടച്ചോനും റസൂലും പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മൺമറഞ്ഞ് പോവുകയാണെങ്കിൽ പോലും നമ്മളെ ഖബറിലേക്ക് നന്മകൾ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരുപാട് സ്വാലിഹായ അമലുകളെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ തുറന്ന് കാണിച്ചിട്ടും നമുക്ക് വേണ്ടത് നമ്മളെ ചങ്ക് ബ്രോ പറയുന്ന ലഹരിക്ക് പിന്നിലുള്ള പോക്കും അവൻ പറയുന്ന മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്നുള്ള വാക്കുകൾ മാത്രമാണ്. അവൻ പറയുന്ന ലിബറലിസത്തിലേക്ക് മാത്രമാണ് നമ്മൾ പോണത്. ഈ ലോകം മൊത്തം ലിബറലാവുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, സ്വാതന്ത്ര്യം എനിക്ക് ഹനിക്കപ്പെടുന്നുണ്ട് എന്ന്, ഒരു മുസ്ലിമിന് സ്വാതന്ത്ര്യം ഇല്ലയെന്ന് പല ആളുകളും വിമർശിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തി ഇസ്ലാമിലുള്ള ആളുകൾ മാത്രമാണെന്ന് പറയാൻ നമുക്കൊരു മടിയില്ല. കാരണം എന്താ, പർദ്ദക്കുള്ളിൽ ചൂടെടുത്ത് ഇരുണ്ട് മുഖം മറച്ചൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കുന്ന സ്ത്രീകളെ സമൂഹം കാണുമ്പോൾ അവർ പറയണം, എന്തിനാണ് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുന്നത്, ആണ് ധരിക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് ധരിച്ചൂടെ, എന്തിനാണ് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇസ്ലാമിൻ്റെ വക്താക്കൾ പറയണം കേട്ട് ഇങ്ങനെ ജീവിക്കണത് എന്ന് ആളുകൾ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. പക്ഷേ നിങ്ങളെങ്ങാനും അതിൽ നിന്ന് അവർ പറയുന്ന ഫ്രീഡത്തിലേക്ക് എങ്ങാനും ഒഴുകിപ്പോയാണ്ടല്ലോ 2 ദിവസം മതി നിങ്ങൾ ഈ ഫ്രീഡത്തിൽ നിന്ന് വല്ലാത്തൊരു പ്രയാസത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോണതെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് 2 ദിവസം മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മറ്റാളുകൾ നിങ്ങളെ കാണുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കും. ഒരു പെണ്ണ്, എന്തുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പറയണത്, ഒരു പെണ്ണ് ആണിൻ്റെ വസ്ത്രം ധരിച്ചുകൂടാ, ഒരാണ് പെണ്ണിൻ്റെ വസ്ത്രം ധരിച്ചുകൂടാന്ന് എന്തിനാ അങ്ങനെ പറയണത് എന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരാണാണ്, ഞാനൊരു പെണ്ണിൻ്റെ വസ്ത്രം ധരിച്ചാണ്ട് ഈ സമൂഹത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു പെൺകോന്തനായിട്ടേ ആളുകൾ കാണുള്ളൂ. ചിലപ്പോൾ 1ാമത്തെ ദിവസം പറയും അത് അവൻ്റെ സ്വാതന്ത്ര്യമല്ലേ, 2ാമത്തെ ദിവസം ചില ആളുകൾ വന്ന് പറയും ഇറ്റ്സ് യുവർ ചോയ്സ്, ആളുകൾ ഇങ്ങനെ വന്നാണ്ട് അതന്നെ പറയുള്ളൂ. പക്ഷേ 2 ദിവസങ്ങൾക്കപ്പുറം ഒരാളും നമ്മൾ തിരിഞ്ഞു നോക്കൂല. അവനെ പേപ്പട്ടിനെ തല്ലി ഓടിക്കുന്നത് പോലെ സമൂഹം ഓടിക്കും, അല്ലെങ്കിൽ അവനെ മിസ്യൂസ് ചെയ്യും. ഇത് ആണുങ്ങളെ മാത്രം കാര്യമല്ല. ഒരു പെണ്ണാണ് ആണിൻ്റെ വസ്ത്രം ധരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസമൊക്കെ ആണുങ്ങൾ മൊത്തം അവർക്ക് വേണ്ടി ജാഥ വിളിക്കാൻ പിന്നാലെ തന്നെ ഉണ്ടാവും. അത് അവരുടെ മാത്രം ബോഡിയാണ്, അവരുടെ മാത്രം ചോയ്സും അവസരങ്ങളും മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ജാഥ വിളിക്കാൻ ഒരുപാട് ആണുങ്ങൾ ഉണ്ടാവും, ഉറപ്പാണ്. നമ്മളെ സുഹൃത്തുക്കളൊക്കെ പിന്നാലെ തന്നെ ഉണ്ടാവും. പക്ഷേ ആ പർദ്ദക്കുള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന 2ാമത്തെ ദിവസം മതി നമ്മളെ മിസ്യൂസ് ചെയ്തുകൊണ്ട് വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കാൻ ആളുകൾക്ക് അത്ര സമയം മാത്രം മതി. പക്ഷേ ഇസ്ലാം പറയുന്നു, നിങ്ങൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ ഖബറുകളിലേക്ക് നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗ്ഗം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്ന് എന്തിനാണ് ഇസ്ലാം ഇത്ര നിർബന്ധവാശിയോടുകൂടി പറയുന്നത്? നമ്മളൊരു മുസ്ലിം ആവുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മളെങ്ങാനും നമുക്ക് കിട്ടിയ അറിവ് നമ്മളത് വേണ്ടാന്ന് വെച്ചാണ്ട് വേറൊരാൾ പറയുന്നതും കേട്ടാണ്ട് നമ്മൾ പോയാൽ നമ്മളെ ജീവിതം നമ്മൾ കുട്ടിച്ചോറാക്കി എന്നുള്ളത് വളരെ പ്രസക്തമാണ്. വളരെ അഭിനന്ദാർഹനീയമായ വാക്കാണത്. കുട്ടിച്ചോറ് എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരു തമാശ വാക്കാവും, പക്ഷെ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അവിടെ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുക്കലേക്ക് കുറച്ച് ആളുകൾ വന്നു. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു സൃഷ്ടികളെ പടച്ചു, എന്നിട്ട് അതിൽ നിന്ന് വിരമിച്ചപ്പോൾ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. അള്ളാഹ് സൃഷ്ടികളൊക്കെ അങ്ങനെ കുറേ സൃഷ്ടികളെ പടച്ചു, എന്നിട്ട് അതിൽ നിന്ന് വിരമിച്ച സമയത്ത് സൃഷ്ടികളൊക്കെ പടച്ചു കഴിഞ്ഞിട്ട് കുടുംബ ബന്ധം എന്ന് പറയുന്ന ഒരു സാധനം അത് എഴുന്നേറ്റ് നിന്നു. എന്നിട്ടത് പറഞ്ഞു, കുടുംബ ബന്ധം മുറിക്കുന്നതിൽ നിന്നും നിന്നോട് ശരണം തേടുന്നതിൻ്റെ സ്ഥാനമാണിത്. അള്ളാഹു പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, അതെ, നിന്നോട്, കുടുംബത്തോട് ബന്ധം ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കുന്നതാണ്. കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് ബന്ധം ചേർക്കുന്ന ആളോട് അള്ളാഹു ഏറ്റവും അടുത്ത് ബന്ധം ചേർക്കുന്ന ആളാണ്. നിന്നോട്, കുടുംബത്തോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിക്കുന്നതുമാണ്. നിങ്ങളെ കുടുംബത്തോട് നിങ്ങൾക്ക് വലിയ പുച്ഛമായിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങളോട് വല്ലാത്ത പുച്ഛമായിരിക്കും, വല്ലാത്ത അവഗണനയായിരിക്കും. അള്ളാഹ്ക്ക് ഒരിക്കലും നിങ്ങൾ ഇഷ്ടമുണ്ടാവില്ല. എന്നാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ ഒറ്റ മാർഗം മതി, കുടുംബത്തോടൊപ്പം നമ്മൾ നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക, അവരോടൊപ്പം നല്ല രൂപത്തിൽ മരിക്കുന്നതോളം അവരോടൊപ്പം തന്നെ ഭയങ്കര, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും തോന്നണം എൻ്റെ കുട്ടീനെ കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, എൻ്റെ കുട്ടി ഞാൻ മരിച്ചാലും എൻ്റെ കുട്ടി എൻ്റെ ഖബറിന് വേണ്ടി പ്രാർത്ഥിക്കൂട്ടോ എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും. അല്ലാത്ത മാതാപിതാക്കൾ പറയും, ഇന്നത്തെ സമൂഹം ഭയങ്കര മോശമാണ് കേട്ടോ, ഭയങ്കര കഷ്ടപ്പാടാണ്, കുട്ടികളൊക്കെ കണ്ടില്ലേ, വളരെ മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോണത്, നമ്മളൊരു കാലം ഉണ്ടായിരുന്നു, കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ അവർ വിചാരിക്കുന്ന പോലുള്ളൊരു കാര്യത്തിലല്ല. അള്ള കുടുംബബന്ധം ചേർക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ടോണിലേ അല്ല. നമ്മൾ കുട്ടികൾ മാറി. ഇവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് തിരുത്തി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, എന്നാൽ നിങ്ങൾ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ? അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത്. അങ്ങനെ അവർക്ക് ബധിരത നൽകുകയും അവരുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തുകയും ചെയ്യുന്നു. ഇത്തരം ആളുകളുണ്ട്, കുടുംബബന്ധം ചേർക്കാത്ത ആളുകൾ. ഖുർആന് എടുത്തു പറയുന്ന കാര്യം, അവർ ബധിരരും മൂകരുമായിരിക്കുന്ന, കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, അങ്ങനത്തെ ആളുകളെപ്പോലെ നാളെ പരലോകത്ത് അവരെ കൊണ്ടുവരപ്പെടും. അത്ര ശോകനീയമായ ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ മാറ്റം കൊതിക്കുന്നത്? മാറ്റം നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മളെ മനസ്സിലുണ്ട്, നമ്മളെ മുമ്പിലുണ്ട്. പക്ഷേ മാറ്റത്തെ ആരും ചേർത്ത് പിടിക്കുന്നില്ല. മാറ്റം ഇത്രമാത്രം നമ്മൾ അടുത്തുണ്ടായിട്ടും മാറാൻ നമ്മൾ സ്വയം തയ്യാറാവണില്ല. അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടും എന്തുകൊണ്ട് ഞാൻ മാറണില്ല എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ പോയി, ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചോട്ടെ, എന്തൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും ആവരുത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ. അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ആളുകൾ വിമർശിക്കുകയും ആട്ടി പുറത്താക്കുകയും സ്വന്തം നാട്ടിൽ നിന്ന്, മക്ക എന്ന് പറയുന്ന നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് മദീനയിലേക്ക് നബി പാലായനം പോകുന്ന വേളയിൽ പോലും നബിനെ അത്രമാത്രം രൂക്ഷിതമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ടോ ആ മുഹമ്മദ് നബിൻ്റെ മുമ്പിലേക്കാണ് മക്ക വിജയത്തിൻ്റെ സമയത്ത് എല്ലാ അക്രമികളും നബിൻ്റെ മുമ്പിൽ വന്നിട്ട് മാപ്പ് അപേക്ഷിക്കുന്നത്. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ വെറുതെ അല്ല പഠിക്കുന്നത്. മാറ്റങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. മാറ്റങ്ങൾ അതിലേക്ക് പോകേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുകളാണ്. നമ്മളെ മുമ്പിലുള്ള ചാഞ്ചാട്ടങ്ങൾക്ക് നമ്മൾ വഴങ്ങരുത്. നമ്മളെ മുമ്പിലുള്ള അവസരങ്ങളെ മാത്രം കുറിച്ച് ആലോചിക്കുക. നമ്മളെ പേരൻസിനെ കുറിച്ച് ആലോചിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു മോശം കാര്യത്തിലേക്ക് പോകുമ്പോൾ, ഞാനെങ്ങാനും എൻ്റെ ഫോണിൽ മോശം കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനെങ്ങാനും മരണപ്പെട്ട് പോവുകയാണെങ്കിൽ പടച്ച റബ്ബേ, ആദ്യമായിട്ട് എൻ്റെ റൂമിലേക്ക് കടന്നു വരാൻ എൻ്റെ പേരൻസ് ആയിരിക്കും. ആ സമയത്ത് എൻ്റെ കുട്ടി ഇതാണല്ലോ ഇത്രകാലം കണ്ടതെന്ന് അവർക്ക് തോന്നിയാൽ നമ്മളെ ജീവിതം കഴിഞ്ഞു. നമ്മളെ ജീവിതം കഴിഞ്ഞു എന്ന് മാത്രമല്ല, പരലോകത്ത് പോലും നമ്മൾ ഒട്ടും ഗുണമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടും. ഇനി നമ്മളൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എന്തിനാണ് കുടുംബബന്ധം ചേർക്കുന്നത്? എന്തിനാണ് അതിൻ്റെ ആവശ്യം? ബന്ധുക്കളോട് നന്മയിൽ വർത്തിക്കണം. നമ്മളെ കൂട്ടത്തിലല്ല നമ്മളെ ബന്ധുക്കളെ, കസിനാവട്ടെ, ഒരാളോടും തെറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. തെറ്റി നിൽക്കുകയാണെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ ആവരുത്. അവനോട് പോയി മാപ്പ് പറയണം. അവൻ ഇങ്ങോട്ട് വന്ന് നമ്മളോട് മാപ്പ് പറയട്ടെ എന്ന് കരുതി നിന്നാൽ അതോടുകൂടി അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടാത്ത വലിയൊരു അതിക്രമത്തിലേക്കാണ് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത സദാ ഓർമ്മയിൽ വരണം. കഴിയുന്നത്ര നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. നമ്മളെ പേരൻസിന് എത്രമാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതിൻ്റെ മാക്സിമം ലെവലിൽ ചെയ്ത് കൊടുക്കുക.
ഒരു പക്ഷേ എന്നെക്കൊണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുക ഒരു പക്ഷേ ഇപ്പോഴത്തെ നില അനുസരിച്ച് ചിലപ്പം പാത്രം കഴുകാനായിരിക്കും, ഭക്ഷണം കൊടുക്കാനായിരിക്കും. ചില പേരൻസ് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട പേരൻസൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ചലങ്ങളും രക്തങ്ങളും ഇങ്ങനെ ഒലിച്ചൊഴുകുന്നുണ്ടാവും. അവരെ നോക്കിയിട്ടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി കൊടുക്കുന്ന ആ സുഹൃത്തുണ്ടല്ലോ, അവനായിരിക്കും നാളെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം അള്ളാഹു കൊടുക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് അവർക്ക് ദോഷകരമായ ഒട്ടും കാര്യങ്ങൾ, അവർക്ക് ദ്രോഹം വരുത്തുന്ന രൂപത്തിൽ, അവരെ കുത്തി നോവിക്കുന്ന രൂപത്തിൽ ഒരിക്കൽ പോലും എൻ്റെ അമ്മാനെയോ വാപ്പാനെയോ പട്ടീന്നോ നായിന്നോ അങ്ങനത്തെ ഒരു വാക്ക് പോലും എൻ്റെ നാവിൽ നിന്ന് അവർക്ക് നേരെ വരരുത്. എങ്ങനെയൊക്കെ ചാൻസ് ഉണ്ടായാലും പിശാച് സദാ നമ്മളെ പിന്നാലെ തന്നെ ഉണ്ടാവും. പല അവസരങ്ങൾ നമ്മളെ മുമ്പിൽ തരും. നമ്മളെ വാപ്പാൻ്റെ മുഖത്തടിക്കാൻ നമുക്ക് തോന്നും. ആ സമയം ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടെ ഇവരൊക്കെ സന്ദർശിക്കണം. നമ്മളെ രോഗശൈലിയിൽ കിടക്കുന്ന പേരൻസ് അല്ലെങ്കിൽ മറ്റ് കുടുംബക്കാർ, നമ്മളെ സുഹൃത്തുക്കൾ, ഓരൊക്കെ എന്താ ഒരു കല്യാണം വരുമ്പോൾ പോയി കാണുക അല്ലെങ്കിൽ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് എപ്പോഴെങ്കിലും 4 മാസമോ 5 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കൂടുമ്പോൾ മാത്രം കുടുംബങ്ങളെ പോയി കാണുക എന്നുള്ളത് മാറണം. ഏറ്റവും അടുത്ത് എനിക്ക് എത്ര ദിവസങ്ങളോളം അവരുമായിട്ട് കുടുംബബന്ധം ചേർക്കാൻ കഴിയുമോ അത്രമാത്രം ദിവസങ്ങളോളം അവരുമായിട്ട് നമ്മൾ അടുക്കണം. തൊട്ടപ്പുറത്താണ് അമ്മായിൻ്റെ വീട് എന്നുണ്ടെങ്കിൽ 4 മാസമായി അമ്മായിൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് എന്നുള്ള വലിയ അഭിമാനത്തിൽ പറയുന്ന കുട്ടികൾ നമ്മളെ നാട്ടിലുണ്ട്. നമ്മളെവിടേക്കോ മാറി ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഒരുപാട് ദൂരം കിലോമീറ്ററുകൾ അപ്പുറത്തുണ്ടായിട്ട് പോലും എൻ്റെ അമ്മായിനെ, എൻ്റെ അമ്മോനെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ കസിൻസിനെ ഒക്കെ എനിക്ക് കാണണമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ വല്ലാത്തൊരു ആനന്ദം കൊണ്ട് അവരെ പോയി ദിനേന സന്ദർശിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. സന്തോഷങ്ങൾ സദാ പങ്കാളികളാവണം. വേദനകളിൽ എപ്പോഴും വേരുകളാവണം, ആശ്വാസ വേരുകളാവണം. ഒരെന്തെങ്കിലും വേദനകൾ അനുഭവിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല. നമ്മളെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളേറ്റവും സങ്കടപ്പെട്ടൊരു നിമിഷം ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവും. വല്ലാത്തൊരു നിമിഷം ഉണ്ടാവും. ആ നിമിഷത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യന് പോലും വന്നിട്ടില്ല, ഒരാളും വന്നിട്ടില്ല. പക്ഷേ നമ്മളെ മുമ്പിൽ സദാ നമ്മളെ മുമ്പിലുണ്ടായ അള്ളാനെ നമ്മൾ കാണുന്നില്ല. നമ്മളെ മുമ്പിൽ നമ്മളൊന്നും സുജൂദിൽ പോയിങ്ങാണ്ട് അള്ളാനോട് പ്രാർത്ഥിച്ചിട്ടില്ല. വേണ്ട, അതൊക്കെ പോട്ടെ. നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത അതേ ഘട്ടത്തിലൂടെ ഓരോ ജനങ്ങളും കടന്നു പോയിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിക്കാൻ എനിക്കാകുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അവരാ സമയത്ത് അനുഭവിക്കുന്ന വല്ലാത്തൊരു അനുഭൂതി ഉണ്ട്. അതിൻ്റെ പേര് വർണ്ണിക്കാനേ കഴിയാത്ത വലിയൊരു അനുഭൂതിയാണത്. ആശ്വാസം നൽകുക, കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് പേരൻസിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കളുടെ കൂടെ എപ്പോഴും നമ്മൾ ഉണ്ടാവണം. അവർ പറയുന്ന വാക്കുകൾ മറുത്തൊന്നും പറയാതെ ഫുള്ള് ഇരുന്ന് കേൾക്കണം. ചിലപ്പോൾ വിഡ്ഢിത്തമായിരിക്കും, ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും, നമ്മളത്ര അറിവുണ്ടാവില്ല. AI കാലഘട്ടത്തായിരിക്കൂല അവർ താമസിക്കുന്നത്. എന്താണ് ഫോണിൽ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അവർ അപ്ഡേറ്റ് ആയിട്ടില്ല. എന്നാലും അവരുടെ കൂടെ നിന്നാണ്ട് വളരെ തമാശപൂർവ്വത്തിലും ഉമ്മ അല്ലെങ്കിൽ വാപ്പ അത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക, വാട്സപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ ഗ്യാസ് ബുക്ക് ചെയ്യണമെങ്കിൽ വാപ്പ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, നിങ്ങൾ അവിടെ പോയിങ്ങാണ്ട് ഇത്ര ബുദ്ധിമുട്ടണ്ട കേട്ടോ എന്ന് പറയാൻ കഴിയുന്നൊരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ കിട്ടുക എന്നുള്ളത് ആ വാപ്പാക്കും ഉമ്മാക്കും കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. അങ്ങനെയല്ല മക്കളായി മാറാം. ഒരു ഹദീസുണ്ട്, അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം പുലർത്തുന്നവൻ, പിന്നെയോ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നവനാണ്. അതായത് ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതി കാത്തിരിക്കരുത്. മുറിഞ്ഞുപോയ ബന്ധങ്ങളൊക്കെ അവിടെ പോയി തന്നെ മാറ്റണം. വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ കസിനും അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മായിയും അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മോനും തെറ്റി നിൽക്കുകയാണെന്ന് അഭിമാനപൂർവ്വം അല്ല നമ്മൾ പറയേണ്ടത്, വളരെ അപമാനപൂർവ്വമാണ് പറയേണ്ടത്. അപമാനം വലിയ വ്യത്യാസമുണ്ട്. അവിടെ പോയിട്ട് അവരുടെ കൂടെ ചേർന്നിട്ട് എടാ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തില്ല, സോറി കേട്ടോ, എടാ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു വാക്ക് മതിയാവും, വാക്ക് വേണ്ടി വരൂല, കെട്ടിപ്പിടിച്ചാൽ മാത്രം മതിയാവും. ഉരുകിപ്പോകും പല ആളുകളും, തണുത്ത് ഉറഞ്ഞു പോകും. അത്രമാത്രം നമ്മളുമായിട്ട് ഒരു വാക്കിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകൾ ഇന്നും നമ്മളെ ചുറ്റിലുണ്ട്. നമ്മളൊരു വാക്ക് പറയാത്തതിൻ്റെ പേരിൽ വിലപിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ ചുറ്റിലുണ്ട്. നമ്മളറിയുന്നുണ്ടാവില്ല. നമ്മളെ ലോകത്ത് മാത്രമാണ്. ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ കാണാതെ പോവാണ്.
നമ്മളെ സുഹൃത്തുക്കളെ, നമ്മളെ അയൽപക്കക്കാരൊക്കെ നമ്മളെ ഒരു നോക്ക് കാണാൻ കൊതിക്കുന്നുണ്ടാവും. പലപ്പോഴും ആ കുട്ടീനെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, ആ കുട്ടീനെ പോലെ എൻ്റെ കുട്ടി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടീനെ പോലെ എൻ്റെ നാട്ടിലുള്ള കുട്ടികളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടീനെ പോലെ ഈ നാട്ടിലുള്ള എല്ലാവരും ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നമ്മളാവണം. അവരൊക്കെ ആയിട്ട് സദാ സല്ലപിക്കണം, അവരോടൊക്കെ നമ്മൾ സംസാരിക്കണം, അവരോടൊക്കെ മാക്സിമം ഇടപെടണം. നമ്മളെ തിരക്കുകളൊക്കെ ഒഴിവാക്കുക എന്നല്ല പറയണത്. തിരക്കുകൾക്കിടയിലും കിട്ടുന്ന മിനിറ്റുകളാവാം, കിട്ടുന്ന മണിക്കൂറുകളാവാം, അവരോടൊത്തും കൂടി നമ്മൾ സംസാരിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും കൂടി ശ്രമിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ആര്? അബൂ ഹുറൈറ, അള്ളാഹുവിൻ്റെ ദൂതരെ, എനിക്ക് ചില കുടുംബ ബന്ധങ്ങളുണ്ട്. ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നുമുണ്ട്, അവർ ബന്ധം മുറിക്കുന്നു. ഞാൻ അവരോട് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ, അവരെന്നോട് മോശമായിട്ട് പെരുമാറുന്നു. ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിക്കുന്നു, അവർ എന്നോട് അവിവേകമായി പെരുമാറുന്നു. അയാൾ മാക്സിമം എല്ലാ നന്മകളിലേക്ക് മാത്രമേ അയാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. പക്ഷേ എതിരെ നിൽക്കുന്ന ആൾ അയാളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നീ പറയുന്നത് പോലെ തന്നെയാണ് നിൻ്റെ സ്ഥിതിയെങ്കിൽ ചൂടുള്ള വെണ്ണീർ നീ അവരെ തീറ്റിയതുപോലെയാണ്. ഇതിപ്പോൾ പറഞ്ഞ അതേപോലെ പോകണമെന്നുണ്ടെങ്കിൽ ചൂടുള്ള വെണ്ണീർ നീ അവരുടെ വായിലേക്ക് ഒലിപ്പിച്ച് കൊടുക്കുന്നത് പോലെയാണ്. ഈ നില നീ കൈക്കൊള്ളുമ്പോഴെല്ലാം അള്ളാഹുവിൽ നിന്നൊരു സഹായി നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഈ നില എത്ര കാലത്തോളം നീ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടോ, എത്ര കാലത്തോളം ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അവർ മാറണില്ലട്ടോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അവരോട് കൂടുതൽ ബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രമിക്കുന്നിടത്തോളം കാലം അള്ളാഹു എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ, അള്ളാഹ് നിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. നമ്മളിങ്ങനെ വീണ്ടും 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 1000 തവണ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, അള്ളാഹുവുമായിട്ടുള്ള ഈ കുടുംബ ബന്ധം മുറിച്ചാൽ എന്തൊക്കെയാണ് കിട്ടാൻ പോണ വലിയ കടുത്ത പാപങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുക. ഒന്നാമത്തെ പാപം അള്ളാഹുവായിട്ടുള്ള ബന്ധം മുറിയും. നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഓരോ നമസ്കാരത്തിൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അള്ളാഹിൻ്റെ നാമങ്ങൾ, നമസ്കാരം മാത്രമാക്കണ്ട, ദിവസത്തിലുടനീളം നമ്മൾ എത്ര തവണ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എണ്ണ ഉണ്ടാവില്ല. അത്രയും തവണ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മുറിക്കുന്നതിന് തുല്യമാണ് മാതാപിതാക്കളോട് നമ്മൾ മോശമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരിക്കലും കാരുണ്യം ലഭിക്കൂല. നിങ്ങൾ എന്തൊക്കെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഓടിച്ചാടിപ്പോയാലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയൂല. എവിടുന്നും കാരുണ്യം കിട്ടൂല. ഇത് അള്ളാഹിൻ്റെ വാക്കാണ്. പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടൂല. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവന് അള്ളാഹിനോട് പോയി കണ്ട് അള്ളാഹ് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണട്ടോ എന്ന് പോലും പ്രാർത്ഥിച്ചിട്ടും കാര്യമല്ല. അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കും. അള്ളാഹിൻ്റെ ശാപം ലഭിക്കുന്ന ആളുകളിൽ നിങ്ങൾ പെടും. കർമ്മങ്ങൾ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല. അള്ളാഹിൻ്റെ ശിക്ഷ ഇഹലോകത്ത് നിന്ന് തന്നെ കിട്ടും. അള്ളാഹിൻ്റെ ശിക്ഷ പരലോകത്തേക്ക് എത്തണം എന്നില്ല, ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾ അതിനെ അനുഭവിക്കും. ഉമ്മാനോട് മോശമായി പെരുമാറിയ നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തി വളരെ ഈമാൻ കൊണ്ട് അയാൾ ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് അയാൾ നിസ്കരിക്കുകയാണ്. അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, ബാക്കിയൊന്നും അയാൾക്ക് ചിന്തിക്കാനില്ല. ആ സമയത്ത് അയാളെ മൈൻഡിൽ ഫുള്ള് അള്ളാഹുമായിട്ടുള്ള സംസാരമാണ്. ബാക്കിയൊന്നും ഞാൻ കേൾക്കൂല, ഒറ്റക്കാണ്, അള്ളാഹുമായിട്ട് ഞാൻ അത്രമാത്രം ആത്മബന്ധത്തിലാണെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഏറെ താങ്ങി പിടിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് തൻ്റെ ഉമ്മ മലൻ്റെ മുകളിലെത്തിയിട്ട് അവനോട് ചോദിക്കുന്നത്, അല്ലയോ മോനെ, മോനെ വിളിച്ചു, ഉമ്മ വിളിച്ചു, മകൻ കേട്ടില്ല, ഉമ്മ പോയി, തിരിച്ചു പോയി. മകൻ എന്ത് ചെയ്യണം എന്നറിയില്ല, നിസ്കരിക്കുകയാണ്, ബേക്കുന്ന ഉമ്മയെ വിളിക്കണത്. ഏതായിരിക്കും നന്മ എന്ന് മകൻ അറിയില്ല. ആ സമയത്ത് ഉമ്മ തിരിച്ചുപോയി. 2ാമത്തെ ദിവസം ഇത് തന്നെ ആവർത്തിച്ചു, ഇതേപോലെ തന്നെ, ഒരു മാറ്റമല്ല. 3ാമത്തെ ദിവസം വന്നു, ഒരു മാറ്റമല്ല. പിന്നീട് ഉമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ അവനോട് മോശമായിട്ട് പറഞ്ഞു, നീ ഒരു വേശ്യയെ കാണാതെ മരിക്കൂലട്ടോ എന്ന് പറഞ്ഞു. ഉമ്മ സങ്കടം കൊണ്ട് പറഞ്ഞതാ, അത്രമാത്രം ദീനുള്ള ആ വ്യക്തിനോട് സങ്കടം കൊണ്ട് പറഞ്ഞാണ്, നീ ഒരു വേശ്യയെ കാണാതെ മരിക്കൂലട്ടോ എന്ന്. കഴിഞ്ഞു. അവൻ്റെ ജീവിതം ഇഹലോകത്ത് വെച്ച് ആ പറഞ്ഞ സംഭവം നടന്നു എന്നുള്ളതാണ്. അതായത് ഉമ്മയോ വാപ്പയോ നമ്മളോട് നമ്മൾ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ നമ്മളോട് ഒരു ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളേക്ക് കാത്തുക്കൂല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നടക്കും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നടക്കും. അതിന് ഒരുപാട് തെളിവുകളും സാഹചര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട്.
നമ്മൾ ജസ്റ്റ് ചിന്തിക്കുക. അതിൻ്റെയൊക്കെ അപ്പുറം സ്വർഗത്ത് പോയാൽ സിറാത്ത് പാലത്തിലൂടെ നിങ്ങൾക്ക് കടക്കാൻ കഴിയൂല. നേരിയ മുടിനാര് പോലുള്ള സിറാത്ത് പാലത്തിലൂടെ ഒരുപാട് നന്മ ചെയ്ത ആളുകൾ കടന്നു പോകുമ്പോഴും ഒരുപാട് തിന്മ ചെയ്ത ആളുകൾ അതിൽ നരകത്തിലേക്ക് ആഴത്തിൽ പതിക്കുന്ന സമയത്തും സിറാത്ത് പാലത്തിലൂടെ എഴഞ്ഞിട്ട് പോലും നമുക്ക് കടക്കാൻ കഴിയൂല. കുടുംബബന്ധം വിച്ഛേദിക്കുകയും മാതാക്കളോട് മോശം രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആൾക്ക് ഉറപ്പാണ് സ്വർഗത്തിൽ പ്രവേശിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നത് തീർച്ചയാണ്, ഉറപ്പിച്ച കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞു നമ്മളിന്ന് ഒക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പം അവിടെ നമ്മളെ പേരൻസ് ഉണ്ടാവും, നമ്മളെ അവർ കാത്തിരിക്കുന്നുണ്ടാവും. അവരുടെ ലോകത്തായിരിക്കും. നമ്മൾ വരുമ്പം നമ്മളോടൊന്ന് പുഞ്ചിരിക്കാനോ നമ്മളോടൊന്ന് സലാം പറയാനോ നമ്മളെ പേര് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് വിളിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ തലോടാനോ ഒക്കെ അവർ തയ്യാറാണ്. പക്ഷെ നമ്മൾ തയ്യാറല്ല. ഒരു സുഹൃത്തിൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറേ ആയിട്ട് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ടല്ലോ, CR നടക്കുന്നുണ്ടല്ലോ, ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, എൻ്റെ മകന് എനിക്ക് ഭയങ്കര പൂതിയുണ്ട്, എൻ്റെ മകൻ നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ നടത്തുന്ന ആ പ്രോഗ്രാമിൽ എല്ലാ ആഴ്ചകളിലും കാണുന്ന ആ പ്രോഗ്രാമിൽ എൻ്റെ മകനെ പങ്കെടുപ്പിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, മോന് റൂമിൽ നിന്ന് ഇറങ്ങലില്ല എന്ന് മാത്രമല്ല എന്നോടും മോൻ്റെ വാപ്പാനോടും മിണ്ടിയിട്ട് ദിവസങ്ങളായി ആഴ്ചകളായി കഴിഞ്ഞില്ല. മോന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മോൻ്റെ റൂമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണം. മോൻ്റെ വസ്ത്രം അലക്കേണ്ടത് ഞാനാണ്, വേണ്ട അത് കഴിഞ്ഞിട്ട് ഓന് രാവിലെ ഇട്ട് പോകാനുള്ള യൂണിഫോം ഒക്കെ തേച്ച് അലക്കി ക്ലീനാക്കി അവിടെ റൂമിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കണം. രാവിലെ അവന് വേണ്ടിയുള്ള ഭക്ഷണം തീന്മേശയിൽ വെക്കുന്നതിൻ്റെ പകരം അവൻ്റെ റൂമിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കണം. അവനാകെ കാണാൻ കിട്ടൽ കോളേജ് വിട്ട് വരുന്ന കുറച്ച് സമയം, അതും അവന് ബാഗ് നിലത്ത് വെക്കുന്ന സമയം മാത്രം. ഇത് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും പേരൻസ് ആണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കി. അവൻ്റെ ലോകം ഒരു പക്ഷേ അവൻ്റെ മൊബൈൽ ഫോണിൽ കാണുന്ന സന്തോഷങ്ങളുടെയും ഹാപ്പിനെസ്സിൻ്റെയും കാലം മാത്രമായിരിക്കും. അവന് കാണുന്ന റീലുകളൊക്കെ ഒരു പക്ഷേ എന്തായിരിക്കും, എത്രയും പെട്ടെന്ന് ഒരാൾക്ക് സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്നുള്ള റീലുകളായിരിക്കും. അങ്ങനെയുള്ള റീലുകൾ തന്നെയാണ്. മോശപ്പെട്ടൊന്നും കാണുന്ന കുട്ടിയല്ല. പക്ഷേ അവൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട ഒറ്റ ദിവസം കൊണ്ട് ആ കുട്ടി മൊത്തത്തിൽ മാറി. ആ കുട്ടീൻ്റെ രക്ഷിതാവ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഓനോട് പറയരുത് കേട്ടോ, ഓൻ്റെ നമ്പർ ഇതാണ്, നിങ്ങൾ ഞാൻ തന്നാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം പറഞ്ഞൊന്നും ഒരിക്കലും പറയരുത്. ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഓനെങ്ങനെങ്കിലും ഒന്ന് പങ്കെടുപ്പിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം. മാത്രമല്ല ഓൻ ഇന്ന കടയിലാണ് പാർട്ട് ജോബായിട്ട് ഇന്ന കടയിലാണ് ഓൻ വർക്ക് ചെയ്യണത്, തൊട്ട അടുത്തുള്ള കടയിലാണ്. അപ്പോൾ ആ കടയിൽ പോയിട്ട് നിങ്ങൾ കയ്യാണെങ്കിൽ ഓനൊന്ന് കാണണം, ഓനായിട്ടൊന്ന് കൂടണം, ഓനോട് സംസാരിക്കണം, ഓനെ മാക്സിമം ഫ്രണ്ടാക്കിയിട്ട് നിങ്ങളെ പ്രവർത്തനങ്ങളിലൊക്കെ ഒപ്പം കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ പറഞ്ഞ ആ പേരൻസിൻ്റെ വാക്കിൽ ഓനെ വിളിച്ചൊന്നുമില്ല, ഓന് മെസ്സേജ് അയച്ചു. എടാ എല്ലാ കുട്ടികൾക്കും മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ നിനക്കും മെസ്സേജ് അയക്കാം കേട്ടോ, എനിക്കറിയാലോ നമ്മളെ മുമ്പാട് ഒരുപാട് കുട്ടികളുണ്ട്, എണ്ണമറ്റ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ആ കുട്ടികൾക്കൊക്കെ മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ നിൻ്റെ നമ്പർ കിട്ടിയപ്പം മെസ്സേജ് അയച്ചതാണ്, എന്നെ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ആരായതോ ഒന്നും അറിയില്ല കേട്ടോ, നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കുറേ തിരക്കിലാണ്, പഠിക്കാനും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ ഞാനിങ്ങനെ ഒരു കടയിൽ വർക്ക് ചെയ്യാണ്, അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രീ ആവുകയാണെങ്കിൽ വന്നുകൊണ്ടി ജസ്റ്റ് കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. ആ കടയിലേക്ക് പോയി ആ സുഹൃത്തുമായിട്ട് കണ്ടു, കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ആ സുഹൃത്തുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. ആ സുഹൃത്ത് പിറ്റേ ദിവസം മെസ്സേജ് അയച്ചു, നമുക്ക് നമുക്കിങ്ങനെ കൂടുതൽ സംസാരിക്കണം കേട്ടോ, നമുക്ക് കളിക്കാൻ പോകണം. അങ്ങനെ ആ സുഹൃത്തിനെയും കൂട്ടിയിട്ട് ടർഫിലേക്ക് പോയി, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് സംസാരിച്ചു. മറ്റ് സുഹൃത്തുക്കളെ MSMൻ്റെ മറ്റ് സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചു. ഒരുപാട് സമയം പോയി. അവൻ്റെ മാതാവിനെ അവനറിയാതെ പോക്കറ്റിൽ ഫോൺ വെച്ച് വീഡിയോ കോൾ ചെയ്തു. അവൻ്റെ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി. കാരണം എൻ്റെ കുട്ടി ഇത്രമാത്രം ചിരിക്കും, ഇത്രമാത്രം വർത്തമാനം പറയും, ഇത്രമാത്രം സംവദിക്കും എന്നുള്ളത് എനിക്കറിയൂലായിരുന്നു എന്ന് പറഞ്ഞത് ആ പേരൻ്റാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ആ പേരൻറ്റിന് നിങ്ങൾ കണ്ടില്ലേ നിങ്ങളെ കുട്ടീൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പം ആ പേരൻ്റ് പറഞ്ഞത് എന്താണ് നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല. ഇന്നലെ കഴിഞ്ഞ CR കഴിഞ്ഞിട്ട് ആ കുട്ടി അവന് വീട്ടിലേക്ക്, ആ പേര് ഞാൻ പറയുന്നില്ല, അവന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത്
അവന് കാണുന്നത് നേരെ തന്നെയാണ്. ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും ഉമ്മ എന്നാണ് പറഞ്ഞത്. ഉമ്മ എന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായിരുന്നോ എത്ര വർഷമായിരുന്നോ എനിക്കറിയില്ല. ഉമ്മ എന്ന് അവന് വിളിച്ച അവൻ്റെ നാവെന്നുള്ള ആ വാക്ക് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അവന് ഉമ്മ എന്ന് ഇത്ര നന്നായിട്ട് സുന്ദരമായിട്ട് വിളിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ്റെ ഉമ്മാൻ്റെ വിലാപം. അവൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞ് ഒരുപാട് കരഞ്ഞു. നീണ്ട വോയിസുകളായി, 10 മിനിറ്റോളം നീണ്ട വോയിസുകളായി. 10 മിനിറ്റ് വോയിസിൽ 7 മിനിറ്റോളം ആ ഉമ്മയുടെ കരച്ചിൽ മാത്രമായിരുന്നു. കരച്ചിലിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞു. ആ വാക്കുകളിൽ അത്രയും ആ ഉമ്മയുടെ വല്ലാത്ത സ്നേഹം, വല്ലാത്ത തുളുമ്പുന്ന സ്നേഹം മാത്രമായിരുന്നു. നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ആലോചിക്കുക, ഇതുപോലെ അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളുണ്ടോ നമ്മളെ പേരൻസ് നമ്മളെ മുമ്പിൽ അവർ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഒരിക്കലും നമ്മളെ പേരൻസിനെ കുറയുന്ന രൂപത്തിലാക്കരുത്. ഞാൻ എത്ര വലിയ ആളായിക്കോട്ടെ, ഞാൻ വലിയ റോൾസ് റോയ്സ് കാറിൽ ഇറങ്ങുന്ന ആളായിക്കോട്ടെ, എനിക്ക് വലിയ എസ്കോർട്ടിങ് ആളുകൾ ഉണ്ടായിക്കോട്ടെ, വലിയ ബോഡി ഗാർഡ്സ് ഉണ്ടായിക്കോട്ടെ, വലിയ അറിയപ്പെടുന്ന ആളായിക്കോട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ആരാധിക്കുന്ന വലിയ സെലിബ്രിറ്റി ആയിക്കോട്ടെ, എന്നാലും എൻ്റെ അമ്മാൻ്റെയും എൻ്റെ വാപ്പാൻ്റെയും മുമ്പിൽ ഞാൻ മന്ത്രിയോ രാജാവോ ആരായിക്കോട്ടെ, ഓലെ മുമ്പിൽ ഞാൻ മകനാണ്. ഓലെ മുമ്പിൽ പോയിരുന്നിട്ട് ചെറിയ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഞാൻ മുതിരണം. അവിടെയാണ് ഞാൻ യഥാർത്ഥ വിശ്വാസിയാവുന്നത്. അവിടെയാണ് ഏതർഹത ഇല്ലാത്ത ആരാണെങ്കിലും അവനൊരു മനുഷ്യനാകുന്നത് ആ സമയത്താണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം നമ്മളെ പേരൻസിന് നല്ല മക്കളാവുക എന്നതിലുപരി അവർക്ക് നമ്മളെക്കുറിച്ച് അഭിമാനിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കുക. നമ്മളെ ജീവിതത്തിൽ കഴിയുന്ന ചെറുതും വലുതായ നന്മകൾ നമ്മൾ ചെയ്യുക. നമ്മൾ കാരണം ഒരാളൊരു നന്മയിലേക്ക് വഴി നടക്കാൻ കാരണമാവുക എന്നുള്ളത് ഈ ലോകം കണ്ടതിൽ വെച്ച് വലിയ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കിയ ചക്രവർത്തിമാരുണ്ടെങ്കിലും അവരെക്കാളും വലിയ ചക്രവർത്തി നമ്മളാവും. എന്താ ചെയ്യേണ്ടത്? ചെറിയൊരു നന്മ മറ്റൊരാളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. മഹാനായ ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു ഓരോ ദിവസം രാത്രിക്ക് രാത്രി ആരും കാണാതെ വേഷം മാറിയിട്ട് ഓരോ വീടിൻ്റെ ചുറ്റിലും ഇങ്ങനെ നടക്കുമായിരുന്നു എന്നാണ്. നടന്ന സമയത്ത് നമുക്കറിയാം, ചരിത്രം അറിയാം. ഒരു വീട്ടിൽ ചെന്നപ്പം ഒരു ഉമ്മയും മകളുമില്ല സംസാരം. ആ സംസാരത്തിൽ ഉമ്മ പറയുന്നുണ്ട്, മോളെ പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് ആരാണ് കാണാൻ പോകുന്നത്. അപ്പം പറയുന്നുണ്ട്, ഉമ്മ ഈ നാടിൻ്റെ ഭരണാധികാരി ഉമർ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആ ഭരണാധികാരി ഉടനെ വീട്ടിൽ പോയിട്ട് തൻ്റെ മകനെ ആ മകളുമായിട്ട് വിവാഹം കഴിപ്പിക്കുകയാണ്. അത്രമാത്രം വലിയ ചക്രവർത്തിമാരും ഉമർ ഭരിച്ച ഒരുപാട് സാമ്രാജ്യങ്ങളുണ്ട്, പടുത്തുയർത്തിയ ഒരുപാട് സാമ്രാജ്യങ്ങളുണ്ട്. ഹിറ്റ്ലർ ആവട്ടെ, മുസൈലിനി ആരാവട്ടെ, എത്രയോളം വലിയ ഭരണാധികാരികളാണെങ്കിലും നമ്മളിന്ന് കാണുന്ന രൂപത്തിൽ നമ്മളെ മുമ്പിലുള്ള ഭരണകർത്താക്കളാവട്ടെ, വലിയ സ്ഥാനം വഹിക്കുന്ന ആളുകളൊക്കെ ആയിക്കോട്ടെ, ഓലൊക്കെ സ്വന്തം ഉമ്മാൻ്റെ മുമ്പിൽ കുട്ടികൾ തന്നെയാണ്. എത്ര വലിയ കോടികൾ സമ്പാദിച്ചിട്ട് ഉമ്മാൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പം അതിൽ ഉമ്മ എടുക്കുക ഒരു പക്ഷേ ഒരു 10ൻ്റെ നോട്ടായിരിക്കും, ഒരു പക്ഷേ ഒരു 100ൻ്റെ നോട്ടായിരിക്കും. ഉമ്മാക്ക് അത് മതി. എൻ്റെ കുട്ടി ഇത്രയൊക്കെ സമ്പാദിക്കുന്നുണ്ടല്ലേ, ഓൻ തന്ന സ്നേഹം മതിട്ടോ. ചില ഉമ്മമാർ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചില ഉമ്മമാർ നമ്മൾ കണക്കിന് പൈസ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്ത്, ഉമ്മ അതിൻ്റെ ശമ്പളമാണ് കേട്ടോ, എൻ്റെതാണ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വാങ്ങിയതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുന്നിൽ വെച്ച് കൊടുത്താലും ആ ഉമ്മാക്ക് വേണ്ടത് ആ കുട്ടീൻ്റെ സംസാരം, ആ കുട്ടീൻ്റെ സ്നേഹവാക്കുകൾ മാത്രമായിരിക്കും. അതാണ് ഉമ്മ, അതാണ് വാപ്പ ഒരു പക്ഷേ നമുക്ക് അറിയായിരിക്കും വലിയ ഗൗരവപ്പെട്ട ആൾ. എല്ലാ വാപ്പാരും അങ്ങനെയല്ല, എങ്കിലും വലിയ ഗൗരവപ്പെട്ട ആളുകൾ, വലിയ തൻ്റേടി, ആരോടും ചിരിക്കാത്തവൻ, ആരോടും കരയാത്തവൻ, ആരോടും വലുതായി സംസാരിക്കാത്തവനൊക്കെ ആയിരിക്കും നമ്മളെ വാപ്പ. പക്ഷേ ആ മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന വലിയ കാര്യങ്ങളുണ്ട്. എൻ്റെ മോന്, എൻ്റെ മോള്, ഇത് മാത്രമേ ആ മനസ്സിലുണ്ടാവുള്ളൂ. എൻ്റെ മക്കൾ ഏറ്റവും നല്ല നിലയിലാവണം കേട്ടോ. ഏത് മാതാക്കളാണ് ആഗ്രഹിക്കാത്തത്? അപ്പുറത്തെ വീട്ടിലെ സുഹൃത്ത്, അവന് ജോലി കിട്ടി, വലിയ ജോലിയാണ്, ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട്, 10 ലക്ഷമാണ് മാസം വാങ്ങണതെന്ന് ആ പേരൻസിൻ്റെ മുമ്പിൽ അപ്പുറത്തെ വീട്ടിലെ ഉമ്മയോ വാപ്പയോ എന്ന് പറയുമ്പോൾ ആ രക്ഷിതാക്കൾ ആദ്യം ചിന്തിക്കുക, എൻ്റെ മക്കൾ അതിലും വലിയ ദർജകളിലേക്ക് ഉയരപ്പെടണം എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ വീണ്ടും ചിന്തിക്കുക. അതൊക്കെ പറയണതും നമ്മളെ ലൈഫിലേക്ക് എടുക്കാനാണ്. കേട്ട് പോവരുത്.
ജീവിതത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള വലിയ അനുഭവത്തിൻ്റെ പേരാണ് രക്ഷിതാക്കൾ എന്നുള്ളത്. വലിയ അനുഭവമാണ്. നമ്മൾ പല യാത്രകളും പോയാലും എത്ര ദൂരം സഞ്ചരിച്ചാലും, ഹിമാലയം പോയി കീഴടക്കിയാലും, എത്ര വിദൂരതയിലേക്ക് യാത്ര പോയാലും ഈ യാത്രയുടെ അടുത്തെത്തൂല. മാതാപിതാക്കൾ എന്നുള്ള യാത്രയുടെ അയലത്ത് നമുക്ക് എത്താൻ കഴിയൂല. അവരെ മനസ്സിലാക്കാൻ ഈ ലോകത്താകെ നമ്മക്കേ കഴിയുള്ളൂ. പക്ഷേ നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് ഈ കാലത്തിൻ്റെ പോക്ക്. അതാണ്. നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ പാരൻസിന് കഴിയുന്നില്ല. നമ്മളെ യുഗത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾ എന്നുള്ള നാമധാരികളായി പോവുകയാണ്. യുഗം വലിയ കുഴപ്പമില്ലത് എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുള്ള കാലമാണ്. പക്ഷേ നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന്, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക്, മോശപ്പെട്ട രൂപത്തിലേക്ക് കടന്നു ചെന്ന് ആരുമറിയാതെ പല തെറ്റുകളും ചെയ്യുന്ന ആളുകളായി പോവുന്നുണ്ട്. നമുക്കറിയാലോ, ഖുർആൻ പറയുന്നുണ്ട്, നമ്മളൊരു അണുമണിത്തൂക്കം തെറ്റ് ചെയ്താലും കൊണ്ടുവരപ്പെടുട്ടോന്ന്. അണുമണിത്തൂക്കം ഏറ്റവും നിസ്സാരമായി ആരും കാണാതെ നമ്മൾ മാത്രം ഒറ്റയ്ക്കിരുന്ന് ചെയ്ത തെറ്റുകളാവും. അല്ലെങ്കിൽ 4 ആൾ കൂടിയ സമയത്ത് അവരുടെ ഇടയിൽ നിന്ന് നമ്മൾ മാറി നിന്ന് ചെയ്ത തെറ്റുകളാവും. അതൊക്കെ നാളെ പരലോകത്ത് കോടാനുകോടി സൃഷ്ടികളുടെ മുമ്പിൽ വലിയ പ്രദർശനാക്കിയാണ്ട് വെക്കും. ആ സമയത്ത് നമ്മൾ ആലോചിക്കും, ഈ കൂട്ടത്തിൽ എൻ്റെ അമ്മയും വാപ്പി ഉണ്ടല്ലോ അല്ലേന്ന്. അപ്പം നമ്മളെ മനസ്സൊന്ന് കിടുങ്ങും. അന്ന് എൻ്റെ വാപ്പി ഉമ്മയും നമ്മളോട് പറഞ്ഞു തന്ന ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ടാവില്ല, നമ്മളത് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. അവർ ഉപദേശിച്ചിട്ടുണ്ടാവും, മോളെ ചിലപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴേക്കാരം, ചിലപ്പോൾ എന്തെങ്കിലും വർത്തമാനത്തിൻ്റെ ഇടയിലായിരിക്കും. അല്ലാതെ ഇതിനായിട്ട് അവർ സമയം കണ്ടെത്തുന്നുണ്ടാവില്ല. മോനെ ഇന്നത്തെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ലഹരി ഒരുപാട് കുട്ടികൾ പെട്ടുപോകുന്നുണ്ട് കേട്ടോ. പ്രണയത്തിൽ ഒരുപാട് കുട്ടികൾ പെട്ടുപോകുന്നുണ്ട് കേട്ടോ. ലിബറലിസം കൊടി കുത്തി വാഴുന്ന കാലഘട്ടമാണ് കേട്ടോ. എൻ്റെ മോൾ ഒരിക്കലും അതുപോലെ ആവരുത് കേട്ടോ. എൻ്റെ മോനെ ഒരു കാരണവശാലും അതുപോലെ ആവരുത് കേട്ടോ. ഒരു പ്രശ്നത്തിലും നീ ഉണ്ടാവരുത് കേട്ടോ. നിൻ്റെ പേര് അതിലൊന്നും കേൾക്കരുത് കേട്ടോ എന്ന് ചിലപ്പം പറയാതെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ആലോചിക്കുക, ഇന്ന് പോയിട്ടെങ്കിലും നമ്മളെ തെറ്റുകളൊക്കെ ഒരു വലിയൊരു ബാഗിലേക്ക് മാറ്റി വെച്ചിട്ട് മറ്റൊരു ബാഗിലേക്ക് നന്മകളുടെ വലിയ കൊടിമരങ്ങളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. നമ്മളാകുന്ന പുസ്തകം നമ്മളെ പേരൻസിന് വായിക്കാൻ കഴിയണം. വലിയ വലിയ നോവലുകളും പുസ്തകങ്ങളൊക്കെ വായിച്ച് തീർന്നിട്ട് വീണ്ടും വായിക്കാനിരിക്കുന്നത് അതുപോലെയല്ല നമ്മളെ ജീവിതമാകുന്ന പുസ്തകം മറ്റൊരാളിലേക്ക് എത്തുമ്പം അത് വലിയ മാതൃകയാവണം. മുഹമ്മദ് നബി എന്ന് പറയുന്ന പുസ്തകം ഇന്നും വായിച്ചു തീരുന്നില്ല. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം ഒരു കാലം പോലും വായിച്ചു തീരാൻ കഴിയില്ല. അത്രമാത്രം എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ പോലും വായിച്ചു തീരുന്നില്ല. എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളാകുന്ന പുസ്തകം ഞാനൊരു വ്യക്തിൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഇവനെപ്പോലെ മറ്റൊരാൾ ഈ ലോകത്തില്ലട്ടോ എന്ന് പറയാൻ കഴിയണം. നന്മയുടെ കാര്യത്തിൽ അത്തരക്കാരിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ഓരോ പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരുത്തി മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ മാതാപിതാക്കൾ ഒരു കാരണവശാലും നമ്മളിൽ നിന്ന് മോശപ്പെട്ടൊന്ന് കാണേണ്ടി വരികയോ നമ്മൾ കാരണം അവർ ദുഃഖിക്കപ്പെടുകയോ ചെയ്യാതിരിക്കട്ടെ. അള്ളാഹുവേ, എൻ്റെ മാതാപിതാക്കൾ ഒരു കാരണവശാലും സങ്കടപ്പെടാൻ ഇടവരരുത് കേട്ടോ റബ്ബേ. ഞാനൊരു കാരണവശാലും അവർക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നൂല കേട്ടോ റബ്ബേ. അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ അവർക്ക് എന്നും ഒരു താങ്ങും തണലും നിഴലുമായിരിക്കും തമ്പുരാനെ. അള്ളാഹുവേ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബക്കാരെല്ലാവർക്കും ഞാൻ നല്ല മാതൃകയായിരിക്കും റബ്ബേ. ആമീൻ. അള്ളാഹുവേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പല ആളുകളും, എൻ്റെ കൂട്ടുകാരിൽ, എൻ്റെ ഫ്രണ്ട്സിൽ പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ പഠിച്ചോനെ. എല്ലാവരെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞാനും അവരും ഈ ലോകത്തിലെ എല്ലാ നല്ല മുത്തക്കികളായ മുഅ്മിനുകളായ മുസ്ലിങ്ങളായ എല്ലാ വ്യക്തികളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ആമീൻ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒപ്പം ഇരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്ത് ചിലപ്പോൾ മോശപ്പെട്ട ആളായിരിക്കും തമ്പുരാനെ. അവനെ കൂടി ഞാൻ വഴി നന്നാക്കാൻ കാരണമാവണേ തമ്പുരാനെ. ആമീൻ. അവന് ഒരു തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന നല്ല കുട്ടിയായിട്ട് എന്നെ നീ മാറ്റണേ തമ്പുരാനെ. ഈ ലോകത്ത് ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും ലിബറലിസത്തിൻ്റെ ഒരു വഴിവക്കിലും ഞാൻ ചെന്ന് പെടരുതേ തമ്പുരാനെ. അള്ളാഹുവേ, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനുള്ളത് നിന്നോട് മാത്രമാണ് തമ്പുരാനെ.
ബാക്കി ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും പല ദൈവങ്ങളെ ആൾരൂപങ്ങളെ മുന്നിലേക്ക് ഇട്ട് തന്നാലും പടച്ചോനെ നീ അല്ലാതൊരു ദൈവമല്ല കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ കേട്ടോ റബ്ബേ. അത്തരക്കാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.